പാരീസിൽ നിന്ന് യഥാർത്ഥ താരമായി വിനേഷ് ഫോഗട്ട് ഇന്ത്യയിലേക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വലമായ വരവേൽപ്പാണ് വിനേഷ് ഫോഗട്ടിന് സഹതാരങ്ങളും ആരാധകരും ഉൾപ്പെടെ നൽകിയത്. ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു. നൂറുകണക്കിന് ആരാധകരും വിനേഷിനെ വരവേൽക്കാനായി നേരത്തെ തന്നെ വിമാനത്താവള പരിസരത്തേക്ക് എത്തിയിരുന്നു. കണ്ണീര് കൊണ്ട് നന്ദി പറഞ്ഞായിരുന്നു വിനേഷിന്റെ പ്രതികരണം. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടേക്കും. ഒരുപക്ഷെ വിരമിക്കൽ തീരുമാനം പുനഃപരിശോധിച്ചേക്കും എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പാരീസിലെ ഉജ്ജ്വലമായ പ്രകടനം, ആ പ്രകടനത്തിന് ഒടുവിൽ കണ്ണീരും നിരാശയും. അതിനുശേഷമാണ് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഡൽഹിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിലുള്ള സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ ബസന്താണ് വിവരങ്ങളുമായുള്ളത്. ബസന്ത് യഥാർത്ഥ ഹീറോ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. നമുക്ക് വലിയ കണ്ണീരായി മാറിയെങ്കിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഡൽഹി വിമാനത്താവളത്തിന് പുറത്തെ ഈ ഊഷ്മളമായ വരവേൽപ്പ് സ്വീകരണത്തോട് പ്രതികരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. യഥാർത്ഥ ഹീറോ മടങ്ങിയെത്തുമ്പോൾ എപ്പോഴായിരിക്കും മാധ്യമങ്ങളോട് വിശദമായി സംസാരിക്കുക? ഈ വിരമിക്കൽ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? മറ്റു വിവരങ്ങൾ കൂടി. പ്രതീക്ഷ അല്പസമയം മുമ്പാണ് വിനേഷ് ഫോഗട്ട് ഡൽഹി വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയത്. എല്ലാവരും നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഉള്ളിപ്പൊട്ടിക്കൊണ്ടാണ് വലിയ സ്വീകരണത്തിന് വിനേഷ് മറുപടി നൽകിയത്. സാക്ഷി മലിക്കും അതോടൊപ്പം തന്നെ ബജറംഗ് താരങ്ങൾ നടത്തിയ സമരത്തിന് ഒപ്പമുണ്ടായിരുന്ന ഈ രണ്ടുപേരും വിനേഷ് ഫോഗട്ടിനെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, ഹരിയാനയിലെ കോൺഗ്രസ് നേതാവും ലോക്സഭാ എംപിയുമായ ദീപിന്ദർ ഹൂഡയും അവിടെ വിനേഷ് ഫോഗട്ടിനെ സ്വീകരിക്കാൻ എത്തുകയും ആനയിച്ചു കൊണ്ടുപോയ ആ വാഹനത്തിന് മുകളിൽ ദീപിന്ദർ ഹൂഡയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. വിനേഷ് ഫോഗട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. ഇവിടെ നിന്നും ഡൽഹിയിൽ നിന്നും അവരുടെ ഗ്രാമമായ ചർക്കിദാസിയിലേക്ക് ആണ് ഇപ്പോൾ സ്വീകരണ റാലി പോലെ പോകുന്നത്. ഏതായാലും വിനേഷ് ഫോഗട്ട് മടങ്ങിയെത്തിയിരിക്കുന്നത് സ്വർണം ലഭിച്ചില്ല എങ്കിലും വലിയ ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിനേഷ് മടങ്ങിയെത്തിയത്. വെള്ളിയെങ്കിലും നൽകണമെന്നുള്ള അപേക്ഷ തള്ളിക്കളയുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ഏറെ വലിയ വികാര വായ്പോട് കൂടി തന്നെയാണ് ഹരിയാനയിലെ ജനങ്ങളും ഗ്രാമത്തിലുള്ളവരും ഒക്കെ തന്നെ ഇപ്പോൾ വിനേഷിനെ സ്വീകരിക്കാൻ ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. വൈകാരികമായ ഒരു കുറിപ്പും കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ടിനായി വന്നിരുന്നു. ആ കുറിപ്പിൽ അത് വായിക്കുമ്പോഴാണ് വിനേഷ് ഫോഗട്ട് ഒരുപക്ഷെ തൻ്റെ കരിയർ തുടരും എന്നത് മനസ്സിലാകുന്നത്. 2032 വരെ കുസ്തി കരിയർ തുടരും. ഭാവി എന്താണ് എന്നത് പ്രവചിക്കാനാകില്ലല്ലോ എന്നായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ പ്രതികരണം. വൈകാരികമായൊരു തുറന്നു പറച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ. തൻ്റെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങൾ, അച്ഛനെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ നേരിടേണ്ടി വന്ന വലിയ ബുദ്ധിമുട്ടുകൾ, പാരീസിൽ സംഭവിച്ച ഹൃദയഭേദകമായ അവസ്ഥ, അതിനോട് ജനങ്ങളുടെ പ്രതികരണം, ഇവയെല്ലാം പ്രതിപാദിക്കുന്നതായിരുന്ന ആ പോസ്റ്റ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 2032 വരെ കുസ്തി കരിയർ തുടരും എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം മറുപടി ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കാം. ആ തീരുമാനം എന്തായാലും വലിയ ദൗർഭാഗ്യകരമായ ഒന്നാണ് പാരീസിൽ സംഭവിച്ചത്. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകളുണ്ടോ എന്നടക്കമുള്ള വലിയ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നതുമാണ്. അതേസമയം തന്നെ കായിക തർക്കപരിഹാര കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ തള്ളിക്കളയുകയായിരുന്നു. അവസാന റൗണ്ട് വരെ നിയമപരമായ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് എത്തിയത്. അതുകൊണ്ടൊരു മെഡലിന് അർഹതയുണ്ട്. വെള്ളി മെഡൽ പങ്കിടണം, വെള്ളി മെഡലിന് അർഹതയുണ്ട് എന്നതായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ കായിക തർക്കപരിഹാര കോടതിയിലെ അപ്പീലിലെ വാദം. പക്ഷേ അത് അംഗീകരിക്കപ്പെടാതെ പോയി. അതിനുശേഷം ഇപ്പോഴത്തെ ജന്മനാട്ടിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തുകയാണ്. അതിവൈകാരികമായ രംഗങ്ങളാണ് ഡൽഹി വിമാനത്താവള പരിസരത്ത് നമ്മൾ കാണുന്നത്. ബജറംഗ് പുനിയ ഉൾപ്പെടെയുള്ളവർ, മറ്റ് താരങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. നേരത്തെ പി ബസന്ത് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനം ഗുസ്തി താരങ്ങളുടെ സമരവും കർഷക സമരവും ഒക്കെ ഡൽഹിയെ ചൂടുപിടിപ്പിച്ച മാസങ്ങളാണ് കടന്നുപോയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജമ്മു കശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹരിയാനയിൽ ഗുസ്തി താരങ്ങളുടെ സമരം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കർഷക സമരം അവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. ബസന്ത് തുടരുന്നുണ്ടെങ്കിൽ
നേരത്തെ അങ്ങയുടെ ഒരു വരി ഉണ്ടായിരുന്നല്ലോ, ഒരുപക്ഷെ ഹരിയാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ട് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന്. അത് ഒരു ഊഹം എന്ന നിലയിൽ പ്രചരിക്കുന്ന ഒന്നാണോ, അതോ അതിനപ്പുറത്ത് കാമ്പുള്ള ഒന്നായി തോന്നുന്നുണ്ടോ ഇപ്പോൾ? രതീഷ്, വിനേഷ് ഫോഗട്ടിനെ സ്വീകരിക്കുന്ന വാഹനത്തിന് മുകളിൽ ദീപേന്ദ്ര ഹൂഡയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ സന്ദേശം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഒരു സ്പോർട്സ് കായിക താരത്തിന് നൽകുന്ന സ്വീകരണത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനങ്ങൾ അതിൽ വായിച്ചെടുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. എന്തുകൊണ്ട് ദീപേന്ദ്ര ഹൂഡ അവിടെ എത്തി എന്നുള്ളതാണ്. ഈ ഗുസ്തി സമരവുമായി ബന്ധപ്പെട്ട് അണിയറയിൽ കേട്ട കഥകളിലൊന്ന് ഈ ഹൂഡ കുടുംബത്തിന്റെ പിന്തുണയോട് കൂടിയാണ് അന്ന് ഗുസ്തി താരങ്ങൾ സമരരംഗത്ത് വന്നത് എന്നുള്ളൊരു ആരോപണം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ വളരെ സജീവമായി തന്നെ ദീപേന്ദർ ഹൂഡ ഈ വാഹനത്തിന് മുകളിൽ വിനേഷ് ഫോഗട്ടിനൊപ്പം നിൽക്കുമ്പോൾ വരാൻ പോകുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ ദീപേന്ദർ ഹൂഡ നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിനേഷ് ഫോഗട്ടിനെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ രാജ്യസഭയിലേക്ക് അയക്കുമെന്ന് പോലും പറഞ്ഞിരുന്ന പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഈ ഒരു സാന്നിധ്യത്തിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. വിനേഷ് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ഒരു വലിയ ഒരു പ്രചരണവും ഒരു സന്ദേശവും ഇപ്പോൾ ഇവിടെ വരുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ സാന്നിധ്യം ഈ സ്വീകരണ പരിപാടിയിൽ അത് തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ ഒരു വലിയ കൗതുകം, രാഷ്ട്രീയമായ ചർച്ചകൾക്കും വഴിവെക്കുന്നത്. പി ബസന്താണ് ആ വിവരങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെ അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്. ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ടിനെ പ്രതീക്ഷിക്കാം എന്ന് പോലും കരുതാൻ കഴിയുന്ന ഒരു സ്വീകരണം അവിടെ നടക്കുന്നു. അതൊരു ഭാഗം മാത്രമാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഒരുപക്ഷെ ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ അതൊരു സാധ്യത മാത്രമാണ്. പ്രത്യേകിച്ച് ഗുസ്തി താരങ്ങളുടെ സമരമൊക്കെ വലിയ തോതിൽ രാജ്യത്തെ ചൂടുപിടിച്ച പശ്ചാത്തലത്തിൽ ഹരിയാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതേസമയം വിനേഷ് ഫോഗട്ട് എന്നത് നമ്മുടെയെല്ലാം വലിയ സ്നേഹവായ്പും വികാരവുമായി തുടരുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷ അവസാന നിമിഷം കണ്ണീരോടുകൂടി മടങ്ങേണ്ടി വരുന്നു. താരത്തിന് വീരോചിതമായ സ്വീകരണമാണ് ഹരിയാനയിൽ നിന്നെത്തിയ ബന്ധുക്കളും താരങ്ങളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം അവിടെ ഡൽഹി വിമാനത്താവളത്തിൽ നൽകുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന സൂചനയുമുണ്ട്. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് വാഹനത്തിൽ കയറി ഈ സ്വീകരണത്തോട് ഊഷ്മളമായ സ്നേഹവായ്പിനോട് പ്രതികരിച്ചത്. आगे चल के देंगे आराम से, आगे चल के आराम से।